ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു fezuskitchen. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു മിക്സറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗ്രേറ്റർ എടുത്ത് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കരുത്. ഈ വലിയ ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞെടുക്കാൻ വേണ്ടി നമുക്കൊരു ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. ഇങ്ങനെ നമ്മൾ 2-3 തവണയൊക്കെ ചെയ്യണം. ഇനി ഇതിലെ വെള്ളം കളഞ്ഞെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ഈ വെള്ളം നന്നായി പ്രസ് ചെയ്ത് കളഞ്ഞെടുക്കാം. കണ്ടോ, ഈ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. ഈ വെള്ളം നന്നായി തെളിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കിതുപോലെ കഴുകിയെടുക്കാം. ഒരു 2-3 തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലിയറായി കിട്ടും വെള്ളം. ഇപ്പോൾ ഇതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ എടുത്ത് ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമുക്കിതുപോലെ ഇതിലെ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൽ വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അത് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയൊരു കോട്ടിങ്ങിനാണ് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഇരിക്കും. അതുപോലെ ഒരുപാട് അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. കുറച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ഇതിലെ ഓയിൽ കംപ്ലീറ്റ് അങ്ങ് കളഞ്ഞെടുക്കാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് കടലയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ കടല നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരൽപ്പം കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് വേണമെങ്കിൽ പൊട്ടുകടലയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാം.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പം നല്ല കറുമുറായിട്ടിരിക്കുന്ന മിക്സ്ചറാണ്. അപ്പം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനോടുകൂടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.